യു എയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി, ഇനി എനിക്ക് ഇതിന് മുകളിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ്. ഓക്കെ. പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇ കൊമേഴ്സ് ബിസിനസ്സുകാരെ ക്രിയേറ്റ് ചെയ്യുന്ന സദാ ഇ കൊമേഴ്സിനെ കുറിച്ചിട്ട്, സദാ ഇ കൊമേഴ്സ് മാത്രം തപസ്സാക്കിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, മിസ്റ്റർ വസീം. സുഖമല്ലേ? പിന്നെ എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? ഉഷാറായിട്ട് എന്നും ഉഷാറാണ്. നിങ്ങൾ ഈ ചിരി മാത്രം മതി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ. നമുക്ക് രണ്ടാക്കുണ്ട്. അപ്പൊ നമുക്ക് കഥ പറയാം. ഇവിടെ ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇ കൊമേഴ്സ്. ട്രഡീഷണൽ ബിസിനസ്സുകാർക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചൊരു കാലത്താണ് നമ്മളുള്ളത്. അപ്പം ഒരു തുടക്കക്കാർക്കായാലും അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആർക്കായാലും ഇ കൊമേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് പറയാം. ഇത് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എല്ലാവർക്കും ഒരു മനസ്സിലുള്ളതെന്ന് പറഞ്ഞൊരു, ഈ നമ്മളിപ്പോൾ പണ്ട് പറയുമല്ലോ ബാലിക റവല എന്ന് പറയും, എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണെന്നുള്ളതായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാവരുടെയും ഒരു ചിന്ത. തീർച്ചയായും. പക്ഷെ ഇപ്പം അത് മാറി. അതെ, കൊറോണയ്ക്ക് ശേഷമാണ് ഇപ്പൊ യു എയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇ കൊമേഴ്സിന് ഇത്രയധികം പെനിട്രേഷൻ അല്ലെങ്കിൽ ഇത്രയധികം ബൂം വന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിലായി പോയി. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ത്രൂ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഡെലിവറി വീട്ടിൽ വന്നാലാണ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴാണ് സത്യത്തിൽ ഇ കൊമേഴ്സിന്റെ അനന്തമായ സാധ്യതകളെ പറ്റി എല്ലാവരും മനസ്സിലാക്കി. എല്ലാ ബിസിനസ്സും മുമ്പ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ബിസിനസ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾക്കും ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ഉണ്ടാവണം. പക്ഷെ ഈ ഇ കൊമേഴ്സിനുള്ള നിധി അവിടെ ഉണ്ട്. കൊറോണയാണ് അതിന്റെ ഐ ഓപ്പണർ ആയത്. യെസ്, അതിനെ ഒന്ന് തുറന്നു കാണിച്ചത് കൊറോണ വന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇ കൊമേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റ്ലി ഇവിടെ ബിസിനസ് ഉള്ള ആളുകൾ, അതായത് എവിടെ ആയിക്കോട്ടെ, ലോകത്തിൽ എവിടെയും ഓൾറെഡി അവരൊരു റണ്ണിങ് ബിസിനസ് ഉണ്ട്. അത് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, അതിന് ഇന്ന ഒരു ബിസിനസ് എന്നില്ല, എല്ലാ ബിസിനസ്സുകൾക്കും ഇ കൊമേഴ്സിൽ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഫ്ലൈറ്റ് കച്ചവടത്തിൽ വരെ ഇ കൊമേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞേ, ഇ കൊമേഴ്സിലൂടെ കച്ചവടം ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. മനസ്സിലായ? അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഇപ്പോൾ യു എയിൽ ഒരു പ്രൊഡക്റ്റ്, ഞാനിവിടെ യു എയിൽ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു എ മാർക്കറ്റിൽ എനിക്ക് എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, എൻ്റെ ഡെലിവറീസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എനിക്ക് നേരിട്ട് പോയി യു എയിൽ കണ്ട് കച്ചവടം ചെയ്യാം. യു എയിൽ മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. യു എയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതേ സെയിം ബിസിനസ്സിന് നാളെ സൗദിയിൽ നിന്ന് എൻക്വയറി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇ കൊമേഴ്സിലൂടെ വരുത്തിക്കാം. സെയിൽസ് എക്സിക്യൂട്ടീവ് ബോർഡർ ക്രോസ് ചെയ്യാൻ ഏറ്റവും വലിയ ഈസി മെത്തേഡ് ഇ കൊമേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു ബിസിനസിന്റെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് അല്ലേ, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു എയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ യു എ മാത്രമായിരിക്കും അവരുടെ അഡ്രസ്സബിൾ മാർക്കറ്റ്. പക്ഷേ നമുക്ക് ചില ബിസിനസ് സ്കെയിൽ ചെയ്യണം. ഇപ്പോൾ യു എയിൽ തന്നെ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി, അവർ ലീഡർ ആയി. എസ്റ്റാബ്ലിഷ് ആയവരുടെ കുഴപ്പം, ഞങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അവർ സ്കെയിലിങ്ങിലേക്കോ അല്ലെങ്കിൽ പുതിയ നൂതന ടെക്നോളജിയിലേക്കോ അവർ പോകാത്തത്. അവർക്കും കൂടി ഒരു മെസ്സേജ് നമുക്ക് അത് ഉറപ്പായിട്ടും അത് അവർക്കാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ യു എയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി, ഇനി എനിക്ക് ഇതിന് മുകളിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ്. ഓക്കെ.